അപ്പം ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ ദുബായിലുള്ള നെല്ലറ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം ഞാൻ നമ്മുടെ മലബാർ ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരൂർ കോട്ടക്കൽ റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടുത്തെ നമ്മുടെ സ്വന്തം ഷെഫാണ്. ഹായ് ഷെഫ്. ഷെഫ് വിനോദ്. അപ്പോൾ ഷെഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇന്നൊരു കുക്കിംഗ് ചെയ്യാൻ പോവാണ് അല്ലേ ഷെഫ്? യെസ്, ആക്ച്വലി ഞാൻ വേറൊരു കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ദുബായിൽ വന്നതാണ്. അപ്പം ഞാൻ നെല്ലറയുടെ ഒരു പ്രൊജക്റ്റ് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ദിവസം ഫുൾ സ്റ്റേ ഇവരുടെ കൂടെയാണ്. അപ്പം ഇവരുടെ ചെയർമാൻ CEO ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഷെഫ് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പം ഒരു ഹെൽത്തി സലാഡും ഒരു വീഗൻ സലാഡും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാണ്. അപ്പം ഞാൻ ഇടയിൽ കുത്തിക്കയറി വന്നതാണ്. രശ്മിൻ ഇവിടെ കരാമിലുണ്ടായിരുന്നു. അപ്പം ഞാൻ രശ്മിനെ ആക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് കാലിക്കറ്റ് പാരഗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കയറാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ കയറിയിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ എനിക്ക് ബെസ്റ്റ് ഷെഫും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ദുബായിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് നെല്ലറ. അല്ല, എന്നെ സംബന്ധിച്ച് സെയിം ആട്ടോ. കാരണം ഞാൻ നെല്ലറയിൽ വന്നു. ഇവരുടെ നെല്ലറ ഗ്രൂപ്പിൻ്റെ ആക്ച്വലി ഇത് ഫസ്റ്റ് മാത്രം ഔട്ട്ലെറ്റ് ആണ്. ഇവരുടെ മദർ കിച്ചണിൽ എനിക്കൊരു പെർമിഷൻ തന്നു, ഷെഫ് എന്തെങ്കിലും ഞങ്ങളുടെ കിച്ചണിൽ കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇവർക്ക് വേണമെങ്കിൽ എൻ്റെ കിച്ചണിനകത്ത് എൻട്രി ചെയ്യാതിരിക്കാൻ, പക്ഷേ എനിക്ക് ചാൻസ് തന്നിരിക്കുകയാണ്. അപ്പം നല്ല കാര്യമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങളോ അതിന് മുന്നേ എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇപ്പോൾ ക്വിക്കായിട്ട് വന്നൊരു ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ 2 തരം സലാഡ് ചെയ്യുന്നത്. ഒരു ഹെൽത്തി സലാഡ് കിനോവ ബേസ് ചെയ്തത്, പിന്നെ ചെയ്യുന്നത് ഒരു വീഗൻ സലാഡ്. വീഗൻ സലാഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. പോലെ ഷെഫ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ഷെഫ് റെഡി അല്ലേ? റെഡിയാണ്. യെസ്. ഇതാണ് ചോട്ടാ കട്ടൂറ ഹേ. ഷെഫ് അപ്പോൾ ബിസി ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? കിനോവ. ഓക്കെ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. Strawberry, carrot, okay. Cherry tomato, dill leaves, parsley, parmesan, peanut, green leaves, almond flakes, green apple, red apple, orange, avocado. എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാണ്. അപ്പം നമ്മൾ ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു പോർഷനാണ്. ഭയങ്കര പ്രൊഫഷണലായിട്ട് തന്നെയാണ്. ഓക്കെ. അപ്പം ഇനി ഇങ്ങനെ ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് മാറ്റണം. അടുത്ത ഏതാ ഷെഫ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്? അടുത്ത നമ്മുടെ ഐസ്ബർഗ്, ക്യാബേജ്. ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് മാറ്റിച്ചാലോ? ഇത് ഓരോന്നിനും കട്ട് ചെയ്യാൻ ഓരോരോ രീതികളാണോ? അതെ, നമ്മൾ പയ്യെ ഭയങ്കരമായിട്ട് ഇതിനെ ഡാമേജ് ചെയ്യരുത്. വളരെ പതുക്കെ വേണം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ അടുത്തത് എന്തോ കട്ട് ചെയ്യാണ്. ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ പേരൊക്കെ എന്തൊക്കെയോ ഷെഫ് പറഞ്ഞു, പക്ഷേ കുറച്ച് പാടാണ്. കട്ട് ചെയ്യാൻ പോകുന്നത് ചെറി ടൊമാറ്റോ ആണോ? ചെറി ടൊമാറ്റോ. യെസ്, ചെറി ടൊമാറ്റോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന് മുന്നേ ഇവിടെ നിന്നോ കഴിച്ചായിരുന്നു. അപ്പോൾ അത് എങ്ങനെ കൈ വന്നടേ കൂടെ? ഇല്ല. യെസ്. അടുത്തതാണ് നമ്മുടെ ബേബി ക്യാരറ്റ്. സോറി ഗൈസ്, ബേബി ക്യാരറ്റ് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒലിവ്സ്. യെസ്, ഒലിവ്സ്. ഇപ്പോൾ ഷെഫ് കട്ട് ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇന്ന് 2 പേരുടെ ഇടയിൽ കൂടി നമ്മളങ്ങനെയല്ലല്ലോ. എൻ്റെ ഫേവറേറ്റ് ബേബി ക്യാരറ്റ്. ഇത് വീണ്ടും ബേബി ക്യാരറ്റ് മാറ്റിയോ ഷെഫ്? ഈ ബേബി ക്യാരറ്റും നമ്മുടെ സാധാ ക്യാരറ്റും നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതോ എന്താ വളർച്ചയെത്താത്ത ക്യാരറ്റാണ്, കുഞ്ഞു ക്യാരറ്റ്. എങ്ങനെ? അല്ല, ടേസ്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. ടേസ്റ്റ് കൂടുതലാണല്ലേ?
ആക്ച്വലി സലാഡിനൊക്കെ ഇതായിരുന്നു കുറച്ചുകൂടി ഞാൻ ഫസ്റ്റ് ടൈമാണ് ബേബി ക്യാരറ്റ് ആണ്. ഭയങ്കര ക്രഞ്ചി ആയിട്ടുണ്ടാവും കഴിക്കാൻ. ആ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും, ഭയങ്കര ബലം ഉണ്ടാവില്ല. സ്മൂത്ത് ആണ്. ആ ഒന്ന് കഴിച്ചു നോക്കുവാണെങ്കിൽ. കഴിച്ചോട്ടെ? ആണോ? സോറി. നല്ലതാണ് കഴിച്ചു. ശരിയാ. അടുത്ത നമ്മുടെ സാലഡിന്റെ മെയിൻ ആൾ കുക്കുംബർ ഇട്ടിരിക്കുകയാണ് കഴിച്ചു. കുക്കുംബർ ചേട്ടാ. അയ്യോ ഓ ഞാൻ വിചാരിച്ച റൗണ്ട് ആയിട്ടായിരിക്കും. ഇത് റൗണ്ട് ആയിട്ട് തന്നെയാണല്ലോ. പക്ഷെ ഒരു ഫുൾ കുക്കുംബർ റൗണ്ട് ആയിട്ട് ഇരുന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം ഷെഫ് മാറ്റി കളഞ്ഞു ഗൈസ്. ഡ്രസ്സിങ് ഉണ്ടാക്കാൻ പോകണം എൻ്റെ. ഓക്കെ ഈ ഡ്രസ്സിങ് ഉണ്ടാക്കാൻ പോകാന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഈ കുക്കിങ്ങിനെ പറ്റിയും ഇവരുടെ ഈ ഷെഫുമാരുടെ രീതികൾ വലിയ അറിയാത്തത് കൊണ്ടാണ്. അതുപോലെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഒരു ലെമൺ എടുത്തു. ഷെഫ് ഈ ഡ്രസ്സിങ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെമൺ വിനീഗർ ഇട്ട ഡ്രസ്സിങ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഡ്രസ്സിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യലാണോ? ഡെക്കറേറ്റ് ചെയ്യാൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്കും ഒരു പുതിയ അറിവാണ്. അപ്പോൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുട്ടപ്പനാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിനീഗർ ഒഴിക്കുകയാണ്. നാരങ്ങയുടെ കൂടെ തന്നെയാണ് വിനീഗർ ഒഴിക്കുന്നത്. ഇനി എന്താ? കുറച്ച് സോൾട്ട്. ഓക്കെ. യെസ്. കുറച്ച് പെപ്പർ, ഉപ്പും കുരുമുളകും ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. വിനീഗറും നാരങ്ങയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നാളെ ചെയ്യുന്നത്. ഇനി ഓരോന്ന്. അപ്പോൾ ഇത് ഡ്രസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ. എങ്ങനെയാണ് ഡ്രസ്സിങ് എന്ന് കണ്ടോളി. പോണേ. ഓക്കെ. അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കട്ട് ചെയ്ത് വെച്ച സാലഡ് ഈ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറികളൊക്കെ നമ്മളെല്ലാം ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഓക്കെ. സെപ്പറേറ്റ് മാറ്റി വെക്കുവാണോ? സെർവ് ചെയ്യാൻ പോവാണ്. സോറി ഗൈസ്, എൻ്റെ കൈയടിയിൽ വന്നുപോയി. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇത്രയും ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റ് വരുന്നൊരു സാലഡാണ് ഷെഫ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഷെഫ് ഒന്നുകൂടി ഈ സാലഡിൻ്റെ പേര് പറയോ? നമ്മൾ ചെയ്യാൻ കിനോവ ഗ്രിൽ ചിക്കൻ സലാഡ്. ഓക്കെ. അപ്പം ഇനി ഇതിൽ ചിക്കൻ വരാനുണ്ട്. ഓക്കെ. ഞാനത് തന്നെ ആലോചിച്ചു എന്തൊക്കെയോ മിസ്സിങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് സങ്കടമായി പോയേനെ. ഗാർണിഷിന്റെ പൂവാണ്. ഓ അപ്പോൾ ക്രിയേറ്റീവായിട്ട് വേറെ എന്തൊക്കെയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊട്ടു, നന്നായിട്ട് കൊട്ടു. യെസ്. അല്ല പിന്നെ ഒരു ചെയർമാനൊക്കെ വന്നിട്ടുണ്ട്. 2 ബൗളായിട്ട് സെർവ് ചെയ്യാനാട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ എത്തിയിരിക്കുകയാണ്. സാലഡിലിടാനുള്ള ചിക്കനാണ്. ഷെഫ് പറയൂ, എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഗ്രില്ല് ചെയ്താണ്. വേറെ ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഇത് ഓ നൈസ്. ഓക്കെ. സ്ലൈസ് ചെയ്തിട്ട് അതുപോലെ തന്നെ വെക്കുകയാണ് അല്ലേ? അടിപൊളി. അടുത്ത ചിക്കനും നമ്മൾ ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് അടുത്ത ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവം. ഇതൊക്കെയാണ് എനിക്കിഷ്ടം. കാണാൻ തന്നെ എന്താ ഭംഗി. സ്ട്രോബെറി. ഓക്കെ. 2 പീസാക്കുന്നു, വെക്കുന്നു. ഗ്ലൗസ് ഞാൻ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാനും കൂടി വെക്കായിരുന്നു. ഷടോ. ഓഹാ, സംഭവം കളർഫുള്ളാക്കി. അങ്ങനെ
സക്സസ്ഫുള്ളി ഇനി എന്തോ ആഡ് ചെയ്യണ്ട കേട്ടോ. പക്ഷെ അപ്പൊ അതെന്താ ആഡ് ചെയ്യണേ? പാർമേസൻ ചീസ്. ഓക്കേ. എനിത്തിങ് മോർ? നമ്മുടെ സാലഡ് ഇങ്ങനെ കളർഫുൾ ആക്കിയിട്ട് ഷെഫ് ഫെഡ ചീസ് കൊണ്ടിട്ട് അതും ഇടുന്നുണ്ട്. പക്ഷേ ഈ ബൗളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഓ അടിപൊളി. ഓ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇനിയും ഫുള്ള് എനിക്ക് തോന്നണ ബൗൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഷെഫ് എന്താ പറയുക കംപ്ലീറ്റ് ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഷെഫ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ഷെഫ് ഭയങ്കര പാർസ്ലി ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ സലാഡിന്റെ പരിപാടികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു നേരത്തെ കഴിഞ്ഞു. ഇല്ല കഴിഞ്ഞില്ല. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ ഇനി എന്തൊക്കെയാ ഇനി നമ്മള് കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ്. ഞാൻ പറഞ്ഞത് ഇതൊരു ഹെൽത്തി സലാഡാണ്. ഓക്കെ അവസാനമായിട്ട് ഓക്കെ നൈസ്. ഡൺ. ഓക്കെ ഡൺ. ഇതിന് മുകളിൽ വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ ഒരു സ്പൂൺ ബെഡ സ്പൂൺ ചെയ്തു. ഓക്കെ വളരെ ലൈറ്റ് ആയിട്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ചെയ്യാൻ പോകണ. ഓക്കെ ഡൺ. അങ്ങനെ നമ്മുടെ ഹെൽത്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. റെഡിയായി. എനിക്ക് നിങ്ങൾ റെസ്റ്റോറൻറ്റ് കൊണ്ട് എടുക്കുന്നതായിരുന്നല്ലോ ബാക്ക് ആ സൈഡില്ലേ. ഓക്കെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ എങ്ങോട്ടാ? ഒരു സാലഡ് പ്രിപ്പയർ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഇനി നമ്മൾ അവക്കാഡോ വീഗൻ സലാഡ് ഉണ്ടാക്കാം. വീഗൻ സാലഡാണ്. അതിൻ്റെ അപ്പോൾ നേരത്തെ തന്നെയും വ്യത്യസ്തമായിട്ട് ഇതിലിപ്പോൾ എന്താ ആഡ് ചെയ്യാൻ പോണേ? അവക്കാഡോ ഇതിൽ നമ്മൾ വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താ പറയുക ബട്ടർ ഇല്ല, ചിക്കൻ ഇല്ല, അങ്ങനെ മണ്ണിൻ്റെ അടിയിലുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഒക്കെ ട്രോപ്പിക്കൽ സംഭവങ്ങൾ വെച്ച് ചെയ്യാൻ പോകണം മാത്രമേ ഉള്ളൂ. ഓക്കെ സംഭവം അപ്പോൾ കൈൻഡ് ഓഫ് വെജ് സാലഡാണ്. അതെ അല്ലേ? വെജ് അല്ല, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. എനിക്ക് പറ്റിയ നോൺ വെജ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നോൺ വെജ് ഇല്ലാത്ത. ഓക്കെ അപ്പോൾ നമ്മൾ വീഗൻ സാലഡ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫ്രൂട്ട്സിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗ്രീൻ ആപ്പിൾ ആണ് ഇപ്പോൾ സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ആപ്പിൾ ആണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് എങ്ങനെ ഏതൊക്കെ ഷേപ്പിലാണ്? ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് തോന്നുന്നു. അല്ല എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ക്യൂബ്സ് ആണ് ഗൈസ്. വല്ലപ്പോഴൊക്കെ അടുക്കളയിൽ കയറണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. റെസിപ്പി ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാനും എടുക്കാനും പിടിക്കാനൊക്കെ പഠിക്കും. ഓക്കെ അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കിട്ടും. അടുത്തത് നമ്മൾ ആപ്പിളിലേക്ക് കിടക്കുകയാണ്. ആപ്പിളാണ് ഇനിയിപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഗ്രീൻ ആപ്പിൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ആട്ടോ അരിയുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് ഇങ്ങനെ ഷെഫുമാരെ കൊണ്ട് ചെയ്യിക്കുന്നത് നമ്മൾ കാണുന്നത് വളരെ നല്ലതായിരിക്കും. പല ഐഡിയാസ് കിട്ടും. ചിലതൊക്കെ നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ അറിയുന്നതിൽ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അറിയണമെന്നതിനെ കുറിച്ചുള്ളൊരു അറിവില്ലാത്ത കുറേ പേരുണ്ട്. ഞാൻ എൻ്റെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാണ് ഗൈസ്. ഓക്കെ അപ്പോൾ ആപ്പിൾ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ മുസമ്പിയിലേക്ക് കിടക്കണം. ഇത് എനിക്കൊന്ന് അറിയണം. ഓക്കെ ഞാൻ മുസമ്പി അരിയുന്ന സമയത്ത് മൊത്തം വെള്ളം പുറത്തു പോകാറുണ്ട്.
നിങ്ങളിത് ഇങ്ങനെയാണോ വരിയാറ്? കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഓ കുറച്ച് ഭാഗമൊക്കെ പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ, മുസംബി. ഇതും ക്യൂബ്സ് ആയിട്ടാണോ അരിയുന്നത് ഷെഫ്? ഷെഫ് ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. കുക്ക് ചെയ്യുന്ന സമയത്ത്, അരിയുന്ന സമയത്ത് ഷെഫ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് ഓരോന്ന് ചെയ്യുന്നത്. ഷെഫ് ഷെഫ് എന്നോട് തന്നെ ഇതിലിപ്പോ എന്തോ കൂടുതൽ പറയാൻ, ക്യൂബായിട്ട് അരി തന്നെ. ഓക്കെ, ഓക്കെ. വീട്ടിൽ നിങ്ങളും ഇതുപോലെ സാലഡ് ഉണ്ടാക്കിയിട്ട് അയക്കൂ. ഐ മീൻ എന്നെ ടാഗ് ചെയ്തിടൂ, ഞാൻ പോസ്റ്റ് ചെയ്യാൻ കഴിച്ചു. നിങ്ങൾ ഇതുപോലെ വീട്ടിലെ സാലഡ് ഡ്രസ്സിങ് ചെയ്യാൻ പോട്ടോ. ഇതെന്താ മുസംബി ജ്യൂസ് ആണോ? ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, ഓറഞ്ച് ജ്യൂസ് ആണ്. ഓറഞ്ച് ഡ്രസ്സിങ് ചെയ്യാൻ പോകുന്ന. ഓക്കെ ഓക്കെ, സോൾട്ട്, അടിപൊളി, പെപ്പർ. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങളിതുപോലെ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ ടാഗ് ചെയ്യൂ ഗൈസ്. ഫസ്റ്റായിട്ട് സാലഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ റീമെൻഷൻ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ റസ്മിൻ ബൈ അക്കൗണ്ട് എടുക്കാൻ ടാഗ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഓറഞ്ച് ജ്യൂസിൻ്റെ നൈസ്. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു സങ്കടം വെജാണെന്നുള്ളു. എനിക്കൊന്നും ഇനി പനീറൊക്കെ വരുന്നുണ്ട്, പനീറൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ പാർട്ടാണ് സോറി ഗൈസ്. അപ്പോൾ ഈ പാർട്ടാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം. നോക്കൂ, മിക്സ് ചെയ്യുക. മീൻ വലിയുടെ അടുക്കളയിൽ വേറെ പരിപാടികളൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡിൻ്റെ ഓർഡറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും പറയൂ, സെറ്റ് ചെയ്യാൻ പോകണം. ഇതില് ഡ്രസ്സിങ്ങിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബൗളിലേക്ക് മാറ്റാണ്. ഓക്കെ, ഇത് നോക്കി ഇതിന്റെ ജ്യൂസ് എടുക്കണമെന്നില്ല കേട്ടോ, എടുക്കണ്ട. ഇതെന്താ ലാസ്റ്റ് നമ്മളത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുസംബിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ബാക്കി സ്ട്രോബെറിയും മുസംബിയും ഒലീവ്സൊക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യുന്നത്? ആ ഓക്കെ, ഷെഫ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഇവിടെ പനീർ കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുട്ടാ ടോഫു എന്ന് പറഞ്ഞാൽ നമ്മൾ പനീർ പാലിൽ ഉണ്ടാക്കുന്നതാണ്. ടോഫു നമ്മൾ സോയയുടെ മിൽക്കിൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മായ്ച്ചളയാ. ഇപ്പം ഷെഫ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ വിശ്വസിക്കണം. അപ്പം അതാണ് ഈ സംഭവം. ഇങ്ങനെ ഒരുപാട് ഇവരൊക്കെ ചിരിക്കണം. ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ളൊരു കിടിലൻ സാലഡാണ് ഗൈസ്. ഐ ആം വെയിറ്റിംഗ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സാലഡ്? നമ്മുടെ ഷെഫ് ആള് പുലിയാണ്, കാലിക്കറ്റിൽ നിന്ന് വന്നിരിക്കുകയാണ് ദുബായിലേക്ക് ഇവിടെ ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഗൻ സാൻഡ്വിച്ച് ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇല്ല, അത് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. വീഗൻ സലാഡ് ഫൈനൽ ലുക്ക് ആവാറായോ? ഷെഫ് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് സംസാരിക്കണമല്ലോ. ഞാൻ മാത്രം എന്തൊക്കെയോ കവറപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ട് പറയുന്നത് അറിയാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ നിർത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. യെസ്, അയ്യോ ഞാൻ കൊളാക്കിയോ. ഓക്കെ ബ്രോ, അങ്ങനെ വീഗൻ സലാഡ് ഡൺ. ഇനി ഇതിൽ ഇച്ചിരി ഒലിവ് ഓയിലും കൂടി ഒഴിക്കാണ്ട്
ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് ഗൈസ്. ഓക്കെ, യെസ്, സാലഡ് ഇസ് റെഡി. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷെഫ്, നമ്മുടെ സാലഡ് രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കി. ഇനി നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, വീഗൻ സലാഡാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഷെഫ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആരെങ്കിലും ഇതുപോലെ ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വീഡിയോ ആക്കി ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക, നമ്മളെ ടാഗ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയവരെ നമുക്ക് എന്താക്കാം, ഒരു ഡിന്നർ കൊടുക്കാം. ഓ, വലിയ പുള്ളിയാ കേട്ടല്ലോ. അപ്പോൾ ഷെഫ് ഒരു ഡിന്നർ ഓഫർ ചെയ്തിട്ടുണ്ട്. നമുക്കത് നമ്മുടെ പേജിലും കൂടി ഇട്ടിട്ട് അവരുടെ സാലഡ് നമുക്ക് പബ്ലിക് ആക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് റെഡിയല്ല. അപ്പോൾ ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മിക്സ് ചെയ്യുന്നത് ഇത് ആക്ച്വലി ടോഫു ആണ്. ടോഫു എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ടൈപ്പ് കാണുമ്പോൾ രക്ഷപ്പെടുന്ന പനീർ പോലെ ഉണ്ടോ? പനീർ, ഞാൻ പനീറാണ് ആദ്യം പറഞ്ഞത്. പനീറല്ല, ഇത് മിൽക്ക് ബേസ് അല്ല. ഈ ടോഫു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, പനീർ പോലെ കുറച്ച് ഡിഫറെൻ്റ് ആണോ? പനീറും ഇതും നമ്മുടെ വലിയ കണക്ഷനില്ല. പക്ഷേ ചെറിയൊരു സാമ്യമുണ്ടോ അതിൻ്റെ പ്രോസസ്സിൻ്റെ ഇതുകൊണ്ടാണ്. ഇനിയും ഒന്നിച്ച് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് ജ്യൂസ് ഡ്രസ്സിംഗ് ആണ്. ഇത് ആക്ച്വലി ഈ മിൽക്ക് അലർജി ഉള്ളവർക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാം. കാരണം ചീസ് ഇതിലില്ല. ചീസ് അല്ലെങ്കിൽ ആഡ് ചെയ്യൂല? ഇല്ല, ചീസ് ഇല്ല. മിൽക്ക് അലർജി എൻ്റെ ശ്രദ്ധ കുറവാണ്. മിൽക്കിലല്ലേ? അതാ, സോറി. അടിപൊളി. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം കഴിക്കുമ്പോൾ. എനിക്കൊരു ഇതും കൂടെ കഴിച്ചിട്ട് എനിക്കൊരു അടിപൊളിയാണ്. അന്ന് ഞാൻ ഇതൊന്നും അതിൻ്റെ പേരെ. അപ്പോൾ ഗൈസ്, നമ്മുടെ സാലഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ദുബായിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെല്ലറ റെസ്റ്റോറൻറ്റിൽ വരണം. ഇവിടെ ഒരുപാട് ഡിഷസ് അവൈലബിൾ ആണ്, ഒക്കെ ട്രൈ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും സാലഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ടാഗ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളതിന് നമ്മൾ ഷെഫ് പറഞ്ഞ പോലെ ഒരു ഡിന്നർ തരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയോളം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കുക. ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.